Hello all, welcome to another episode of Sahara Institute, and today we have with us the CEO of Sahara Institute, Mr. Rajan Babu Matthew. He is also a renowned personality development trainer. At the same time, he's into HRD trainer too, and he has been a resource person to various organizations. Welcome, dear sir. So today's concept is actually about self-introduction. How self-introduction is quite important for you, and how does it change the face of your life altogether? So over to you, sir. How important is self-introduction, and that too while during interviews, many people have confusion what to speak and what not to speak. So can you just enlighten us about this particular element, please? സ്റ്റുഡൻസിന് കുറച്ച് ഐഡിയാസ് തരാൻ പറ്റുമോ എങ്ങനെയാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇത്രയും നമ്മൾ കുറച്ചുകൂടി നല്ലതാക്കാൻ പറ്റുന്നത്? ക്വൈറ്റ് ഇംപ്രസീവ് ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഓൾവേസ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഒന്ന് തരാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഇൻട്രൊഡ്യൂസിങ് സെൽഫ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഞാൻ കാണുന്നത് നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ഇപ്പോൾ നാം പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ആൾവേസ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ദെയർഫോർ ലെറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ബി ദ ബെസ്റ്റ്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇംപ്രഷൻ അത് നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വ്യക്തിയിൽ അത് ഒരുപാട് നേരം തങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ആദ്യം നാം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിരിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഇംപ്രഷൻ വളരെ നേരം തങ്ങി നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് മനസ്സിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു ടെക്നിക്സ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് കിട്ടുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ മാക്സിമം ഒരു 10 minutes 15 minutes ആണ് ആ എക്സാമിനറിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിഗിനിങ്ങിലെ ഒരു ഇംപ്രഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള സമയമില്ല. ടോട്ടൽ ഒരു 10 to 15 minutes ടൈമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇംപ്രഷൻ നെഗറ്റീവായി കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ഇംപ്രഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ നിൽക്കും. അത് മാറ്റിയെടുക്കാനുള്ള സമയമൊട്ട് ഇല്ലാതാനും. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയണം എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പേര്, രണ്ടാമത് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ്, മൂന്നാമതായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, പിന്നെ നാലാമതായിട്ട് നമുക്ക് നമ്മുടെ പ്ലേസ് ഓഫ് ലിവിങ്, അഞ്ചാമതായിട്ട് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ്, ഹൗ ഡു വി മാനേജ് അവർ ടൈം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റിയിലായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഹോബീസ് ആക്ടിവിറ്റിയിലും നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അവതരിപ്പിക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നമുക്ക് എവിടെയൊക്കെ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. അവസാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ ഗോൾസ് എന്താണ്, നമ്മുടെ പർപ്പസ് ഓഫ് ലിവിങ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു നമ്മളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി അവതരിപ്പിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആവശ്യമാണ്. ഇത് എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പോയി എങ്ങനെയെങ്കിലും കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി മനസ്സിൽ സ്റ്റോർ ചെയ്ത് പോവുക എന്നുള്ളതല്ല ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ എക്സ്പോസ് ചെയ്യാനായിട്ട് ഹൗ യുണീക്ക് ഐ ആം, ഹൗ സ്പെഷ്യൽ ഐ ആം എന്നുള്ളത് ഉയർത്തിക്കാട്ടാനുള്ള ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഇൻട്രൊഡ്യൂസ് സെൽഫ് എന്ന് പറയുന്നത്. ഞാനൊന്നുകൂടി പറയാം. അതായത് ഒരു എക്സാമ്പിൾ, എല്ലാത്തിനും ഒരു 2-3 സെൻറ്റൻസ് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് പറയുന്നതെങ്കിൽ കംപ്ലീറ്റ് സെൻറ്റൻസ് ഫോളോഡ് ബൈ കംപ്ലീറ്റ് സെൻറ്റൻസ് ഫോളോഡ് ബൈ കംപ്ലീറ്റ് സെൻറ്റൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ഫ്ലുവൻസി ഉണ്ടാകണം. അതായത് നമ്മുടെ പേരിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് പറയുകയാണെങ്കിൽ മൈ നെയിം ഈസ് രാജൻ ബാബു മാത്യു. മാത്യു ഈസ് മൈ ഫാദർ. യു ക്യാൻ കോൾ മീ Rajan. And coming to the second sentence, you're going to talk about your family. In that case, you can say, well, my family consists of 5 members. They are my father, mother, and 2 sisters. My father is retired, and my mother is a homemaker, and my both sisters got married. So this information you can give. And coming to that third is education. You can say that when did you complete your elementary education, followed by higher secondary, then graduation, and what are your future plans about education. Then there is a point about your experience. Maybe you are a fresher, or you may have some experience in the field of sales and marketing, whatever it may be. Coming to the place of living,
that is which city you are from, and give a complete information. Talk about your hometown and how far away from the nearest city and which part of your country. This all can include, and then come to the interest. Interest like your sports interest. Maybe you may not be interested in playing sports, but you are interested in watching sports. Coming to the hobbies, and while giving information കൊടുക്കുമ്പോൾ ഒരിക്കലും ബ്ലഫ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്താൻ പാടില്ല. കാരണം നമ്മളൊരു കള്ളം പറയുമ്പോൾ നമ്മുടെ മുഖത്ത് അത് മറ്റുള്ളവർക്ക് ദർശിക്കാൻ പറ്റും. അപ്പോൾ ഒരു നിലയിലും നമ്മൾ കള്ളം പറയരുത്. നമ്മൾ സത്യം പറയാനുള്ള ധൈര്യം കാണിക്കണം. ഒരു പക്ഷേങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പറയേണ്ടി വന്നാൽ പോലും വളരെ കറേജിയസ് ആയിട്ട് നമ്മൾ സത്യം പറയുക. അതിന് പ്രത്യേകം അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും. യുവർ ഇൻറ്റഗ്രിറ്റി വിൽ ബി നോട്ടഡ്, യുവർ കറേജ് വിൽ ബി നോട്ടഡ്, when you put forward your weakness. And last point is very important, your strength and weakness. Where you are good at and where you are not good at. നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കുള്ള അതായത് ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മസിദ്ധ വാസനകൾ, ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ആ ക്വാളിറ്റി യഥാർത്ഥത്തിൽ ആ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് നമ്മുടെ പരിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം ഉപയോഗിച്ച് അത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് അത് ഉപയോഗിക്കുമ്പോഴാണ് അത് സ്ട്രെങ്തായിട്ട് കാണപ്പെടുവാൻ സാധ്യമാകുക. അതേപോലെ തന്നെ നമ്മുടെ ഈ കഴിവുകൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോഴാണ് അത് വീക്ക്നെസ്സായി മാറുക. വെൻ യു യൂസ് യുവർ സ്ട്രെങ്ത്, വെൻ യു യൂസ് യുവർ ക്വാളിറ്റി ഇൻ ദ റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം, യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ സ്ട്രെങ്ത് ഫോർ യു. If you use your quality in the wrong place and wrong time and start misusing due to ignorance, that is what usually we say weakness. So എനിക്ക് എന്നെ തന്നെ മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ പറ്റുക? അതാണ് ഇവിടുത്തെ പ്രധാനമായി. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അറിയില്ല എങ്കിൽ എനിക്ക് ഒരു തരത്തിലും എനിക്ക് മറ്റുള്ളൊരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ പറ്റില്ല. If I do not know how to manage myself, how can I manage others? Therefore it's very important you should know about yourself. You should know about yourself. Know thyself is very important. And coming to the last, you should know where you are heading. Okay? It's very important. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വിതിൻ എ ഇയർ, we usually say immediate goals. That means a goal of a month or two. And what are your intermediate goals? Means the goal of a year, and the long-term goals, the goal of 3 to 5 years. These all goals are very, very important because these goals are connected to your dream. And if you have no dream, there won't be any long-term goals. If you don't have any long-term goals, then there is no way you are going to have your intermediate goals and immediate goals. So these all, very, very important in one's life. And a person with goal definitely will have a direction, and he will be the excited and energetic person, definitely will bring significance in his life. So this all information, making yourself a unique personality, one of a kind, and a prize to possession, an important person before an organization. And so let me tell you, when you are facing an interview, to create this impression to an examiner, I don't know, sometimes you are fortunate enough to listen a variety of questions to project yourself. Whereas if you get one question like this, introduce yourself, you will get the opportunity to bring out all about yourself in one go. Don't you think it's a fantastic opportunity to introduce yourself? Undoubtedly, sir. I'm sure all these points are quite enlightening, and definitely we'll make sure, and all you boys and girls out there, or of course young men and women, make sure that you implement all these points and make sure that your first impression is the last impression. Alright guys, with all these points put together, make sure your interviews are quite good and you hit the bullseye. Until then, take care.